പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം വായിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുള്ളിലേക്ക് കയറും. എങ്കിലും എന്തിനാണ് ഹെറോദേസ് സ്നാപക യോഹന്നാനെ കൊന്നു കളഞ്ഞത്? ചോദ്യം ഇങ്ങനെ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിലേക്ക് വരാമായിരുന്ന നന്മകളുടെ എല്ലാ വാതിലുകളും അടച്ച് മനുഷ്യൻ വചനം പറയണതനുസരിച്ച് സ്നാപക യോഹന്നാനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലിട്ടിരുന്നു. നന്മ വരാവുന്ന വഴികളൊക്കെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ തിന്മയല്ലാതെ വേറെന്താണ് കുടുംബത്തിലേക്ക് കയറി വരിക? ഇന്നത്തെ ഒന്നാമത്തെ വായന ജൂബിലി വർഷത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ളതാണ് ഈ മുഴുവൻ വായനയുടെയും ഒരു ആകെത്തുക. ഇവിടെ ആവട്ടെ അയാള് നന്മകളെ ബന്ധിച്ച് കളയുക ചെയ്യണേ. എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെയൊക്കെയാ ബന്ധിച്ചിട്ടിരിക്കണേ വീട്ടില്? നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, ഇത്തിരി മുതിർന്നു കഴിയുമ്പോൾ പ്രായമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളെ, നമ്മളോളം എത്താത്ത നമ്മുടെ സഹോദരങ്ങളെ, അവർക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. എന്തിനും പറഞ്ഞു വിടാനെന്നല്ല, എങ്ങനെയും ജീവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അവരുടെ മുഖത്തിൽ പുഞ്ചിരി വിരിയുന്ന വിധത്തിൽ അവരെ അവരായിട്ട് ജീവിക്കാൻ വിടണ്ടേ നമുക്ക്? എത്ര കാലമായി അവരെങ്ങനെ അടിമകളെ കണക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ഞാൻ പറയണതനുസരിച്ച് എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളിങ്ങനെ കൊണ്ടു നടക്കണം. അത് അമ്മയായിരിക്കാം, അപ്പനായിരിക്കാം, മക്കളായിരിക്കാം. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മേഖലകളിൽ അവര് പിടിക്കുന്ന ശാഠ്യങ്ങളുണ്ടെന്നേ. ആ സമയം ഇങ്ങനെ അവരിൽ നിന്ന് വരാവുന്ന നന്മകളെ നമ്മൾ താഴിട്ടടച്ച് ബന്ധിച്ചുകൊണ്ടിരിക്കുക. വചനം പറയും, സ്വാതന്ത്ര്യം കൊടുക്കുക, കൂടെയുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക. നിങ്ങളുടെ ദുശ്ശാഠ്യങ്ങൾക്ക് അവരെ വശംവദരാക്കാതിരിക്കുക. പ്രിയപ്പെട്ടവരെ അവരാകുന്ന വിധത്തിൽ, അവരായിരിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ വിടുക. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയായിരുന്നുവെന്ന്, ഭാര്യ എങ്ങനെയായിരുന്നുവെന്ന് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുമ്പോൾ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മകള്. എന്ത് പറഞ്ഞാലും അമ്മയെ കുറ്റം. അമ്മയ്ക്ക് തടി കൂടുതലാണ്, അമ്മ ഇരുന്നാൽ അങ്ങനെയാണ്, അമ്മേൻ്റെ കൂടെ വരണ്ട. അവസാനം ഇങ്ങനെ അപ്പം വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളെ നീ പഠിച്ചിരുന്ന കോളേജിൽ അമ്മ കബഡി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. നീ ആയിരിക്കുന്ന ഈ സമയത്ത് അമ്മ നിന്നേക്കാൾ കൂടുതൽ ഓടി നടന്നിട്ടുണ്ട്, നിന്നേക്കാൾ അഭിമാനം കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ എന്ന് തുടങ്ങിയ നമ്മളിങ്ങനെ ബന്ധനത്തിലാക്കി കളഞ്ഞേ. സ്നേഹമെന്ന് പറഞ്ഞ്, കരുതലെന്ന് പറഞ്ഞ് അവരോടൊന്നും അവർക്കിഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, എനിക്കിഷ്ടമുള്ള കറി ഉണ്ടാക്കിയില്ലെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ മുഖം വീർപ്പിച്ച ഈ ഭക്ഷണത്തിന് മുൻപിലിരിക്കുന്ന ഞാൻ ആലോചിക്കേണ്ടതല്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ദിവസം ഒന്ന് ഔട്ടിങ് പോകാനായിട്ട് പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, വിരുന്നുകാർ പുറത്തുനിന്ന് വരുമ്പോൾ അപ്പനോ അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയാൽ എന്തൊരു ബഹളമാണ് നമ്മുടെ വീടുകളിൽ. സ്വാതന്ത്ര്യം കൊടുക്കുക ഓരോരുത്തർക്കും. ഇത് ജൂബിലി വർഷമാണ്. കർത്താവ് ഒന്നാമത്തെ വായനയിൽ പറയണ കാര്യമാണ്. ഓരോ ദിവസങ്ങളും ജൂബിലി വർഷമായിട്ട് കണക്കാക്കിയിരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ ഇങ്ങനെ തളർത്തിക്കളയാത്ത വിധത്തിൽ ഒരു സംസാരം പോലും നമ്മുടെ വായിൽ നിന്ന് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. തൊട്ടു മുൻപിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പോലുമുള്ള ചിന്തയില്ലാതെ പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ എത്രമാത്രം ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കി. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങൾ ഇങ്ങനെ പ്രവാചകനെ ബന്ധനത്തിലാക്കി കളഞ്ഞതുപോലുള്ള ഒരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് തിന്മയുടെ ഇടപെടലാണ് മുഴുവൻ കാണണേ. ജീവിതത്തിലേക്ക് വരാമായിരുന്ന നന്മകളെ മുഴുവൻ താഴിട്ടടച്ചുകൊണ്ട് ഒരാള് തിന്മകൾക്ക് ഇങ്ങനെ പ്രവേശനം നൽകിക്കൊണ്ടിരിക്കുക. വീട്ടിലുള്ളവൻ്റെ നന്മ കാണാതിരിക്കുമ്പോൾ
പുറത്തുനിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ ശക്തികൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തിച്ചു തുടങ്ങണത് എന്താ മനസ്സിലാവാത്തെ? ഒരുമിച്ച് നിൽക്കുന്ന, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു എന്നൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. കർത്താവ് തന്നെ പറയും, അന്തഛിദ്രമുള്ള ഭവനം നശിച്ചു പോകും. ശരിക്കും അങ്ങനെയാണേ കുടുംബങ്ങൾ നശിക്കണേ. പുറത്തുനിന്ന് സാധാരണ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരില്ല. പക്ഷെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ അവരെ തളർത്തിക്കളഞ്ഞാൽ എന്ത് ചെയ്യും? വഞ്ചിയെക്കുറിച്ച് പറയണ കണക്ക് എത്ര വെള്ളപ്പൊക്കം വന്നാലും ഉള്ളിൽ വെള്ളം കയറാത്തിടത്തോളം കാലം ഒരു വഞ്ചി ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ, പ്രളയത്തിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒഴുകി നടക്കും. പക്ഷേ ഉള്ളിൽ വെള്ളം കയറിയാലോ? നമ്മുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറിപ്പോകാനായി ഞാൻ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നതൊന്ന് കുറച്ചാൽ മതിയാവും. ഞാൻ മറ്റുള്ളവർക്ക് അവരാകുന്ന വിധത്തിൽ ജീവിക്കാനായിട്ടൊരു ഒരു സ്പേസ് കൊടുത്താൽ മതിയാവും. അവരെങ്ങനെയാണെങ്കിലും അവരുടെ കുറവുകളുടെ സമയത്ത് അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതിയാവും. കൃത്യസമയങ്ങളിൽ ഇങ്ങനെ മുറിപ്പെടുത്താതെ ഒന്ന് തിരുത്താൻ മനസ്സുണ്ടായാൽ മതിയാവും. അല്ലാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കാനല്ലല്ലോ കർത്താവ് നമ്മളെ ഇവരെ ഏൽപ്പിച്ചിരിക്കണേ. തമ്പുരാനെ, കൂടെയുള്ളവരെ മനസ്സിലാക്കാൻ, അവരെ ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കാം. എവിടെയാണ് വിശുദ്ധ യൗസേപ്പിതാവ് പരിശുദ്ധ മാതാവിനോട് കയർത്ത് സംസാരിച്ചതായി, ഞാൻ പറയണത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിർബന്ധിച്ചതായി നമ്മൾ കാണണേ? എവിടെയാണ് പരിശുദ്ധ മാതാവ് യൗസേപ്പിതാവിനെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണണേ? എവിടെയാണ് ഈശോയെപ്പറ്റി വചനം പറയും, അവൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു. കർത്താവെ, കൂടെയുള്ളവർക്ക് ഇങ്ങനെ അവരാകുന്ന വിധത്തിൽ ജീവിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് തരണേ എന്ന് പ്രാർത്ഥിക്കാം. വചനം ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഇത് ജൂബിലി വർഷമാണ്. നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരും, മൃഗങ്ങൾക്ക് വരെ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് വചനം പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ എപ്പോഴും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ശ്വാസം മുട്ടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെ ആശീർവദിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി മുട്ടുമേലായിരിക്കും. ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, സ്വർഗത്തോളം എത്താൻ ഒരാളെ സഹായിക്കുന്ന, സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ മറ്റുള്ളവർക്ക് ബലം കൊടുക്കുന്ന മനുഷ്യരായി കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് സ്വസ്ഥമായ ഉറക്കത്തിലേക്ക് പോകാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.